ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടേ കേട്ടോ ഈ ചെറുപയർ പ്രഥമൻ. ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല, അത് ഉണ്ടാക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആ വീഡിയോയിൽ കണ്ടപ്പം സാധനങ്ങളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയേ. ആദ്യം തന്നെ കുറച്ച് കട്ടിയുള്ളൊരു ഉരുളിയിൽ ആവശ്യത്തിന് ചെറുപയർ പരിപ്പും ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് കഴുകി കുക്കറിൽ 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു ശർക്കര ഫുള്ള് ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ചെറുപയർ നല്ലപോലെ ഒന്ന് വെന്ത ശേഷം നേരത്തെ എടുത്ത ആ സെയിം ഉരുളിയിൽ തന്നെ വേവിച്ച ചെറുപയറും നേരത്തെ ഉരുക്കിയ ശർക്കര പാനിയും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓണാക്കി അത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് 2-ാം പാലാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫുൾ തേങ്ങയാട്ടോ ഞാൻ ഇതിനായിട്ട് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചേർത്തത് കുറച്ച് ചെറിയ ജീരകവും പഞ്ചസാരയും ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചയാട്ടോ. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ആവശ്യത്തിന് കുറുകി വരുന്ന സമയത്ത് 1-ാം പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. അതും കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ചേർത്താൽ പിന്നെ അധികം പണിയില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് നെയ്യും ചേർത്ത് പിന്നെ ചെറിയ തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്ത് എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു.